ഹലോ എവറി വൺ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് PSC. നമ്മൾ കുറേ ദിവസമായില്ലേ ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ട്. നമ്മുടെ എക്സാം ഒക്ടോബർ 26-ാം തീയതിയാണ്. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കണം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 7 ആണ്. നമ്മുടെ മൊഡ്യൂൾ 7 ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനകത്ത് തന്നെ ഒരു സെക്ഷനായ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നും അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടങ്ങാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ വന്നതോടുകൂടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഈസിലി ആയിട്ട് ഒരുപാട് ലോങ് റേഞ്ച് ഡിസ്റ്റൻസിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ബാക്ക് ബോൺ ഓഫ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഇൻ അവർ കൺട്രി. ദർ ആർ മെനി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഫോർ ക്യാരിയിങ് ഇൻഫർമേഷൻ. ദേ ഹാവ് എനോമസ് ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി, ആർ low cost and possess immunity from the many disturbances that can affect electrical wires and wireless communication links. ഒപ്റ്റിക്കൽ ഫൈബറിന് ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ലോ കോസ്റ്റ് ആണ്. പിന്നെ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസിൽ നിന്നും മറ്റ് എന്ത് ഡിസ്റ്റർബൻസിൽ നിന്നും ഉള്ള ഇമ്മ്യൂണിറ്റി പവറുണ്ട് അതിന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിന്. The superiority of optical fibers for carrying information from place to place is leading them to replacing older technologies rapidly. Fiber is an integral part of modern day communication infrastructure and can be found along roads, in buildings, hospitals and machinery. The fiber itself is a strand of silica-based glass. Its dimensions are similar to those of a human hair, surrounded by a transparent cladding. Light can be transmitted along the fiber over great distances at a very high data rate, providing an ideal medium for the ട്രാൻസ്പോർട്ട് ഓഫ് ഇൻഫർമേഷൻ. നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറഞ്ഞാൽ വെരി തിൻ, നമ്മുടെ ഹ്യൂമൻ ഹെയറിൻ്റെ കണക്ക് വെരി തിന്നായിട്ടുള്ള വയേഴ്സാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മെയ്ഡപ്പ് ഓഫ് സിലിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ടാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലാഡിങ് വരുന്നുണ്ട്. ഇതാണ് ഈ കേബിളിൻ്റെ പ്രത്യേകത. ലൈറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എലോങ് ദ ഫൈബർ ഓവർ ഗ്രേറ്റ് ഡിസ്റ്റൻസസ്. ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഫോമിലായിരിക്കും. ഇതിന് നമുക്ക് ഗ്രേറ്റ് ഡിസ്റ്റൻസിൽ ഹൈ ഡേറ്റ റേറ്റിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫർമേഷനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പ്രത്യേകത. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ മീഡിയം ഫോർ ക്യാരിയിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനുള്ളൊരു മീഡിയമാണ്. എങ്ങനെയാണ്? ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഒരു പോയിന്റിൽ നിന്ന് അനദർ പോയിന്റിലോട്ടാണ് ലൈറ്റിൻ്റെ ഫോമിലാണ് ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത്. എ ബേസിക് ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ്. ഒരു ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന പാർട്ട്. ഏതൊക്കെയാണ്? ഒരു ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും. A basic fiber optic system consists of a transmitting device that converts an electrical signal into a light signal. Transmitting device എന്തോ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ സിഗ്നത്തിനെ ലൈറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ വരുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ദാറ്റ് ക്യാരീസ് ദ ലൈറ്റ്. ഈ ലൈറ്റിനെ ക്യാരി ചെയ്യുന്നത് ഈ കേബിളാണ്. ആൻഡ് എ റിസീവർ. ഒരു റിസീവർ ഉണ്ടായിരിക്കും, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാകും. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേസ് ഒരു ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഡിവൈസും ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെയും ഫൈബർ ഒപ്റ്റിക്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. A receiver that accepts the light signal and converts it back into electrical signal. റിസീവർ എന്തോ ചെയ്യും? ഈ ലൈറ്റ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് പഴയ പോലെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റും. ദ കോംപ്ലക്സിറ്റി ഓഫ് ഒപ്റ്റിക്കൽ സിസ്റ്റം ക്യാൻ റേഞ്ച് ഫ്രം വെരി സിമ്പിൾ നെറ്റ്വർക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ നെറ്റ്വർക്കിലാണ്
ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് വരുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ടു ആൻ എക്സ്ട്രീംലി സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ് സിസ്റ്റം ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ ഓർ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്. നമ്മൾ ചെറിയ സിസ്റ്റം തൊട്ട് വലുതാണ് ഏതൊക്കെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തൊട്ട് ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ ഓർ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിൽ വരെ നമ്മളിതാണ് യൂസ് ചെയ്യുന്നത്. It can be built very inexpensively using a visible LED, fiber optic, a silicon photo detector and some simple electronic circuitry. നമുക്ക് വേണമെങ്കിൽ എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് വിസിബിൾ LED-യോ പ്ലാസ്റ്റിക് ഫൈബറോ അല്ലെങ്കിൽ സിലിക്കൺ ഫോട്ടോ ഡിറ്റക്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ടറി വെച്ച് നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബേസിക് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ നോക്കി ഒരു ഇൻപുട്ട് ഡേറ്റ ഉണ്ടായിരിക്കും. ഇൻപുട്ട് ഡേറ്റയെ നമ്മൾ ട്രാൻസ്മിറ്റഡ് സർക്യൂട്ടറിൽ കൊടുക്കും. നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലെ ട്രാൻസ്മിറ്ററും ഉണ്ട് റിസീവറും ഉണ്ട്. ട്രാൻസ്മിറ്റഡ് സർക്യൂട്ടറിയിൽ നമ്മൾ ഇൻപുട്ട് ഡേറ്റയെ കൊടുക്കും. 1010 ആ ഫോമില കണ്ടില്ലേ, അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കില്ല, അതിനെ കൺവേർട്ട് ചെയ്ത് ലൈറ്റ് സിഗ്നലായിട്ട് മാറ്റും. അതാണ് ഇതാ ലൈറ്റ് സോഴ്സ്. അപ്പം ഓൺ ഓഫ് അങ്ങനെ ലൈറ്റ് അല്ലേ, അപ്പോൾ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഇതിനെ നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഡിറ്റക്ടറിൽ കൊടുക്കും. ഡിറ്റക്ടറിൽ കൊടുക്കുമ്പോഴേ ലൈറ്റ് സിഗ്നൽ ആയിരിക്കും. ഈ ഡിറ്റക്ടർ റിസീവർ സർക്യൂട്ടറിയിൽ കൊടുക്കും. ഈ റിസീവർ സർക്യൂട്ടറി എന്ന് പറയുന്നത് ലൈറ്റ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റും. അപ്പം ഔട്ട്പുട്ട് ഡേറ്റ ആയിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. Optical fiber can carry the signal only if it is in the form of light. ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് ഫോമിലുള്ള ഇൻഫർമേഷൻ മാത്രമേ ക്യാരി ചെയ്യത്തുള്ളൂ സിഗ്നലിന്. ദ ട്രാൻസ്മിറ്റർ സർക്യൂട്ടറി ഇൻക്ലൂഡ്സ് ട്രാൻസ്ഡ്യൂസർ, ആംപ്ലിഫയേഴ്സ്, മോഡുലേറ്റേഴ്സ് എക്സെട്ര. ട്രാൻസ്മിറ്റർ സർക്യൂട്ടറിയിൽ എന്തൊക്കെയുണ്ട്? ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ഒരു ആംപ്ലിഫയേഴ്സ് ഉണ്ട്, മോഡുലേറ്റേഴ്സ് ഉണ്ട്. Then the electrical signal is converted to light with the help of a light source. ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റ് സിഗ്നലായിട്ട് മാറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈറ്റ് സോഴ്സ്. ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഹെൽപ്പോടെയാണ് ഇത് കൺവേർഷൻ നടക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എ LED ഓർ ലേസർ ഡയോഡ്. ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ LED ആവാം അല്ലെങ്കിൽ ലേസർ ഡയോഡ് ആവാം. അറ്റ് ദ അതർ എൻഡ് the light signal is converted into the electrical form using a detector. അതർ എൻഡിൽ, അതായത് ഡിറ്റക്ടർ എൻഡിൽ ഈ ലൈറ്റ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റും. ദിസ് ഡിറ്റക്ടർ ക്യാൻ ബി എ ഫോട്ടോ ഡയോഡ് ഓർ എ ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഈ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താവാം? ഒരു ഫോട്ടോ ഡയോഡോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററോ ആകാം. ദ റിസീവർ സർക്യൂട്ടറി ഇൻക്ലൂഡ്സ് ആംപ്ലിഫയർ, ഡിമോഡുലേറ്റർ ആൻഡ് ട്രാൻസ്ഡ്യൂസർ. ഈ റിസീവർ സർക്യൂട്ടറിൽ എന്തൊക്കെ വരും? ആംപ്ലിഫയർ കാണും, ഡിമോഡുലേറ്റർ കാണും, ട്രാൻസ്ഡ്യൂസർ കാണും. അതായത് നമ്മുടെ ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടായിരിക്കും. അതിന് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരും? ആംപ്ലിഫയർ വരും. പിന്നെ അത് കഴിഞ്ഞ് മോഡുലേറ്റർ വരും. അതുപോലെ തന്നെ ഡിറ്റക്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? തിരിച്ചു വരും. ഒരു ആംപ്ലിഫയർ കാണും, ഒരു ഡിമോഡുലേറ്റർ കാണും, ഒരു ട്രാൻസ്ഡ്യൂസർ കാണും. മനസ്സിലായോ? പിന്നെ ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ LED-യോ ലേസർ ഡയോഡോ ആകാം. പിന്നെ ഡിറ്റക്ടറിൽ ഒരു ഫോട്ടോ ഡയോഡോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററോ ആകാം. ഇതൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലോങ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ്. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നമുക്കറിയാമല്ലോ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഹാവ് ലോവർ ട്രാൻസ്മിഷൻ ലോസസ് കമ്പയർഡ് ടു കോപ്പർ വയേഴ്സ്. കോപ്പർ വയേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെന്ന് പറഞ്ഞാൽ ലോവർ ട്രാൻസ്മിഷൻ ലോസസ് ആണുള്ളത്. ദിസ് മീൻസ് ദാറ്റ് ദ ഡേറ്റ ക്യാൻ ബി സെൻഡ് ഓവർ ലോങ്ങർ ഡിസ്റ്റൻസസ് വിത്ത് മിനിമം ദ നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് റിപ്പീറ്റേഴ്സ് നീഡഡ് ഫോർ ദീസ് സ്പാൻസ്. ദിസ് റിഡക്ഷൻ ഇൻ equipment and components decreases the system cost and complexity. നമ്മുടെ സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് റിപ്പീറ്റേഴ്സ് വേണം, ഇൻ്റർമീഡിയറ്റ് റിപ്പീറ്റേഴ്സ് വേണം, പക്ഷേ ലോങ് റേഞ്ച് ഡിസ്റ്റൻസിന്. പക്ഷേ ഇതിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഈ റിപ്പീറ്റേഴ്സിനെ, ഇത് നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ് ഇൻ്റർമീഡിയറ്റ് റിപ്പീറ്റേഴ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ റിഡക്ഷൻ കുറയ്ക്കുന്നത് കാരണം നമുക്ക്
എന്താണ് സിസ്റ്റത്തിൻ്റെ കോസ്റ്റും കോംപ്ലക്സിറ്റിയും കുറയും. ഇതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. ഇനി രണ്ടാമത് ലാർജ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. ഒപ്റ്റിക്കൽ ഫൈബർ ഹാവ് വൈഡർ ബാൻഡ്വിഡ്ത്സ് ദാൻ കോപ്പർ വയേഴ്സ് വിച്ച് മീൻസ് ദാറ്റ് മോർ ഇൻഫർമേഷൻ ക്യാൻ ബി സെൻഡ് ഓവർ എ സിംഗിൾ ഫിസിക്കൽ ലൈൻ. നമുക്കൊരു സിംഗിൾ ഫിസിക്കൽ ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈഡർ ബാൻഡ് വിഡ്സ് ആണ്. സാധാരണ കോപ്പർ വയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് വൈഡർ ബാൻഡ് വിഡ്ത്താണ് ഇതിനുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ലോങ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ്, രണ്ടാമത്തെ ലാർജ് ഇൻഫർമേഷൻ കപ്പാസിറ്റി, മൂന്നാമത്തെയാണ് സ്മാൾ സൈസ് ആൻഡ് ലോ വെയ്റ്റ്. ദ ലോ വെയ്റ്റ് ആൻഡ് ദ സ്മാൾ ഡയമെൻഷൻസ് ഓഫ് ഫൈബർ ഓഫേഴ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് അഡ്വാൻറ്റേജ് ഓവർ ഹെവി ബൾക്ക് വയർ കേബിൾസ് ഇൻ ക്രൗഡഡ്. അതായത് സ്മാൾ സൈസാണ്, ലോ വെയ്റ്റ് ആണ്. നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്. നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്, അതായത് നമുക്ക് ഇടയ്ക്കുള്ള ഇൻ്റർഫറൻസിനെയൊക്കെ, ഇലക്ട്രിക്കലായിട്ടുള്ള ഇൻ്റർഫറൻസിനെ, അതായത് നോയ്സിനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ എൻഹാൻസ്ഡ് സേഫ്റ്റി. ഒപ്റ്റിക്കൽ ഫൈബർ ഡു നോട്ട് ഹാവ് ദ പ്രോബ്ലംസ് ഓഫ് സ്പാർക്ക് ആൻഡ് പൊട്ടൻഷ്യലി ഹൈ വോൾട്ടേജസ് ഇൻഹറൻറ്റ് ഇൻ കോപ്പർ ലൈൻസ്. കോപ്പർ ലൈൻസ് കണക്ക് അവിടുത്തെ സ്പാർക്കോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസോ അങ്ങനെയൊന്നും ഇവിടെ വരുന്നില്ല. ഇനി നെക്സ്റ്റ് ഇൻക്രീസ്ഡ് സിഗ്നൽ സെക്യൂരിറ്റി. An optical fiber offers a high degree of data security since the optical signal is well confined with the fiber and any signal emissions are absorbed by an opaque coating around the fiber. അതായത് അതായത് അവിടെ ഒരു ഒപ്പേക്ക് കോട്ടിങ് വരുന്നുണ്ട് ഫൈബറിന് അറൗണ്ടായിട്ട്. അപ്പോൾ അത് കാരണം അവിടെ സിഗ്നൽ എമിഷൻസോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല. അവിടെ സിഗ്നൽ സെക്യൂരിറ്റി, നല്ല ഇൻഫർമേഷൻ നല്ല സെക്യൂറാണ് അവിടെ. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ നോക്കാം. എ ഫൈബർ കൺസിസ്റ്റ് ഓഫ് എ സോളിഡ് ഗ്ലാസ് സിലിണ്ടർ കാൾഡ് ദ കോർ. ഇതിന് ഒരു ഫൈബർ ഉണ്ട്. ആ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഗ്ലാസ് സിലിണ്ടറാണ്. നമ്മുടെ സാധാരണ വയർ എങ്ങനെയാണ്, ഒരു സിലിണ്ടർ ഷേപ്പല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഗ്ലാസ് സിലിണ്ടറാണ്. ഇതിനെ നമ്മൾ കോർ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് സറൗണ്ടഡ് ബൈ എ ഇലക്ട്രിക്കൽ ക്ലാഡിങ്. ഇതിനെ സറൗണ്ട് ചെയ്ത് എന്തുണ്ട്, ഒരു ഇലക്ട്രിക്കൽ ക്ലാഡിങ് വരുന്നുണ്ട്. വിച്ച് ഹാസ് എ ഡിഫറെൻറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഫ്രം ദാറ്റ് ഓഫ് ദ കോർ. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ കോറിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അതായത് ഒരു കോർ ഉണ്ടായിരിക്കും, ഏറ്റവും ഔട്ടറായിട്ട് വരുന്ന പാർട്ടാണ് കോറ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഗ്ലാസ് സിലിണ്ടറാണ്. ഇനി ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ക്ലാഡിങ് വരുന്നുണ്ട്. വിച്ച് ഹാസ് എ ഡിഫറെൻറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഫ്രം ദാറ്റ് ഓഫ് ദ കോർ. ഇനി സറൗണ്ടിങ് ദീസ് ടു ലെയേഴ്സ് ഈസ് എ പോളിമർ ബഫർ കോട്ടിംഗ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഫൈബർ ഫ്രം മെക്കാനിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഫക്ട്സ്. മെക്കാനിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോളിമർ ബഫർ കോട്ടിംഗ് വരുന്നുണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ രണ്ട് ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോളിമർ ബഫർ കോട്ടിങ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ആദ്യം ഒരു കോർ വരുന്നുണ്ട്, അതിനെ സറൗണ്ട് ചെയ്തൊരു ക്ലാഡിങ് വരുന്നുണ്ട്, അതിന് ഈ രണ്ട് ലെയേഴ്സിനെയും സറൗണ്ട് ചെയ്തിട്ട് ഒരു ബഫർ കോട്ടിങ്ങും വരുന്നുണ്ട്. Core and cladding have different refractive indices, with the core having a refractive index N1 which is slightly higher than that of the cladding N2. അതായത് കോറിനും ക്ലാഡിങ്ങിനും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ആണ് അവിടെ വരുന്നത്. നമ്മൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N1 എന്നും കോറിൻ്റെത് അത് ക്ലാഡിങ്ങിൻ്റെത് N2 എന്നും എടുക്കാം. ഇറ്റ് ഈസ് ദിസ് ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ദാറ്റ് enables the fiber to guide the light. Because of this guiding property, the fiber is also referred to as an optical waveguide. നമുക്കിതിനെ ഒരു എന്തെന്ന് പറയാം, ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് എന്ന് പറയാം. അതായത് രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു
മീഡിയത്തിലൂടെ നമുക്ക് ലൈറ്റ് പാസ് ചെയ്ത് പോകില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കോർ ഔട്ടർ ആണ്, അതല്ല, കോർ ഇന്നർ പാർട്ടാണ്. ഏറ്റവും ഉള്ളിലായിട്ട് കോറും അതിനെ സറൗണ്ട് ചെയ്ത് ക്ലാഡിങ്ങും പിന്നെ ഒരു ബഫർ കോട്ടിങ്ങുമാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഒരു റേ പാസ് ചെയ്ത് പോകുമ്പം ലൈറ്റിൻ്റെ ഫോമിലല്ലേ ഇൻഫർമേഷൻസ് വരുന്നത്. അപ്പോൾ റേ പാസ് ചെയ്ത് പോകുമ്പം ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടായിരിക്കും, ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ലൈറ്റിൻ്റെ ഈ ഗൈഡൻസിനെ ഒബേ ചെയ്യുന്ന ഒരു റൂളുണ്ട്, സ്നെൽസ് ലോ എന്നാണ് പറയുന്നത്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്നെൽസ് ലോ എന്ന് പറഞ്ഞ്. അതാണ് ഇവിടുത്തെ തിയറം എന്ന് പറയുന്നത്. അപ്പം സ്നെൽസ് ലോ എന്തുവാണ് പറയുന്നത്? n1 sin φ1 ഈക്വൽ ടു n2 sin φ2. n1 sin φ1 ഈക്വൽ ടു n2 sin φ2 ആണ്. n1 sin φ1 ഈക്വൽ ടു n2 sin φ2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ sin φ1 ബൈ sin φ2 ഈക്വൽ ടു n2 ബൈ n1. ഈ n1ഉം n2 എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും ആണ്. അതിൻ്റെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡിസസിനെയാണ് n1ഉം n2ഉം. ഈ എപ്പോഴും n1 ഗ്രേറ്റർ ദാൻ n2 ആയിരിക്കണം. അതായത് ഇൻസിഡൻറ്റ് റേ ആയിരിക്കണം ഏറ്റവും ഗ്രേറ്റർ. ഇനി അറ്റ് എ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആംഗിൾ, അതായത് φ1ഉം φ2ഉം 90 ഡിഗ്രി വരുന്ന കണ്ടീഷനിൽ അവിടെ സൈൻ φc ഈക്വൽ ടു n2 ബൈ n1. അതായത് അവിടെ ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും 90 ഡിഗ്രി ആകുമ്പം ഈ റേ പാസ് ചെയ്ത് പോകുന്നത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫറൻസിലൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. അപ്പം അവിടെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് പറയുന്നത്. 90 ഡിഗ്രി വരുമ്പം ക്രിട്ടിക്കൽ ആംഗിളാണ്. അപ്പോൾ സൈൻ φc ഈക്വൽ ടു n2 ബൈ n1. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ സൈൻ φc ഈക്വൽ ടു n2 ബൈ n1. ക്രിട്ടിക്കൽ ആംഗിൾ എങ്ങനെയാണ് വരുന്നത്? φ1ഉം φ2ഉം 90 ഡിഗ്രി ആവുന്ന സമയത്ത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ എന്താണ് ഈ വേവിനെ ഗൈഡ് ചെയ്യുന്നത്, എന്താണ് സംഭവം, എന്താണ് നമ്മളവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. TIR എന്ന് പറയും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. വെൻ ദ ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദ ലൈറ്റ് റേ ഡസ് നോട്ട് പാസ് ത്രൂ ദ ഇൻ്റർഫേസ് ബട്ട് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്. This gives the effect of mirror at the interface with no possibility of light escaping outside the medium. അതായത് when the incident angle is increased beyond the critical angle. ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത് എപ്പോഴാണ്? 90 ഡിഗ്രി ആകുമ്പോഴാണ് ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത്. ഈ എപ്പോഴാണ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ഇൻസിഡൻറ്റ് ആംഗിൾ വരുന്നത്, ആ സമയത്ത് ഈ ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് പാസ് ത്രൂ ദ ഇൻ്റർഫേസ് ബട്ട് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്. ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. മനസ്സിലായോ? അതായത് ക്രിട്ടിക്കൽ എപ്പോഴാണ് 90 ഡിഗ്രി കൂടുതലായിട്ട് ഇൻസിഡൻറ്റ് ആംഗിൾ വരുന്നത്, ആ സമയത്ത് ഈ റേ എന്തോ ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ദിസ് ഗീവ്സ് ദ എഫക്റ്റ് ഓഫ് മിറർ അറ്റ് ദ ഇൻ്റർഫേസ് വിത്ത് നോ പോസിബിലിറ്റി ഓഫ് ലൈറ്റ് എസ്കേപ്പിംഗ് ഔട്ട്സൈഡ് ദ മീഡിയം. അപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പം മീഡിയത്തിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് പോകത്തില്ല ഈ ലൈറ്റ്. ഇത് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിഗ്സാഗ് മാനർ, എക്സാക്റ്റ് സിഗ്സാഗ് അല്ല, അല്ലാതൊരു സിഗ്സാഗ് മാനറിൽ ഈ ലൈറ്റ് പാസ് ചെയ്ത് പോകും. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദ റേ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ മീഡിയം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1. അപ്പം ആ സിറ്റുവേഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതായത് ഈ റിഫ്ലക്റ്റ് ചെയ്ത് ഇൻസിഡൻറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഈ മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ദിസ് ബേസിക് ഐഡിയ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊപ്പഗേറ്റ് എ ലൈറ്റ് റേ ഇൻ എ സ്ട്രക്ചർ വിത്ത് n1 ഗ്രേറ്റർ ദാൻ n2. അതാണ് തന്നിരിക്കുന്ന ഡയഗ്രാം. ലൈറ്റ് ഗൈഡൻസ് യൂസിങ് സ്നെൽസ് ലോ യൂസ് ചെയ്തിട്ടുള്ള ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. n1 എന്ന് പറയുന്ന ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 എന്ന് പറയുന്നത് ഔട്ട്സൈഡിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദ ടു കണ്ടീഷൻസ് നെസസറി ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് ടു ഒക്കർ ആർ ഏതൊക്കെയാണ്? ഒന്ന്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്
ഇത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്കൻഡ് വണ്ണിനേക്കാൾ കൂടുതലായിരിക്കണം. രണ്ടാമത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം. ഈ രണ്ട് സിറ്റുവേഷനിലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ആണ്. 3 ബേസിക് ടൈപ്സ് ഓഫ് ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ. ഏതൊക്കെയാണ്? 1 സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ്, 2 സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ്, 3 ഗ്രേഡഡ് ഇൻഡെക്സ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ്, സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ്, അതായത് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ മൾട്ടി മോഡും ഉണ്ട് സിംഗിൾ മോഡും ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ആണ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ്. സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡിൻ്റെ സോഴ്സാണ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. റേസ് പാസ് ചെയ്ത് പോകുന്നത് കണ്ട, ലൈറ്റ് റേസ്. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡിൻ്റെത് കണ്ട, അതിനകത്തുള്ള വേവിൻ്റെ സ്ട്രക്ചറിൻ്റെ വ്യത്യാസമാണ് അവിടെ ഫൈബേഴ്സിലും വ്യത്യാസം വരുത്തുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് അതൊരു ഓവൽ ഷേപ്പ് പോലെയാണ് പോകുന്നത്. ഇനി അടുത്തത് സിംഗിൾ മോഡ്, അതായത് മോണോ മോഡ്. ഇങ്ങനെ വരുന്നത് ഒറ്റ റേ ആയിട്ടായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ആകുമ്പോൾ അതൊരു ചെറിയൊരു ഓവൽ ഷേപ്പിലായിരിക്കും അതിനകത്ത് പാസ് ചെയ്ത് പോകുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ആകുമ്പം അത് ഒരു ഡിസോർഡർ ആയിട്ടാണ് പോകുന്നത്. ഒരു ഫോം ഇല്ല, ഒരു ഡിസോർഡർ ആയിട്ടായിരിക്കും പോകുന്നത്. ഇതിൽ ആദ്യം കൊടുത്തിരുന്ന സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡിൻ്റെ കോറും ക്ലാഡിങ്ങും. കോറെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടില്ലേ, അത് ക്ലാഡിങ് ചെറിയൊരു ലൈൻ പോലെ വരുന്നുള്ളൂ. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡിലാകുമ്പം കോറ് ചെറുതായിരിക്കും, ക്ലാഡിങ് കുറച്ചും കൂടെ വലുതായിരിക്കും. ഇനി സിംഗിൾ മോഡാകുമ്പോൾ ചെറിയ ഡോട്ട് പോലെയുള്ളൂ കോറ്, അതിൻ്റെ ക്ലാഡിങ്ങിനാണ് വലിപ്പം കൂടുതൽ. സിംഗിൾ മോഡ് ഫൈബറിന് വെരി സ്മാൾ കോറായിരിക്കും ഉള്ളത്. അത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവൽ ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ കോർ സൈസ് ടിപ്പിക്കൽ കോർ സൈസ് 8 to 10 മൈക്രോൺസ് ആണ് വരുന്നത്. ടിപ്പിക്കൽ കോർ സൈസ് എന്ന് പറഞ്ഞാൽ 8 to 10 മൈക്രോൺസ് ആണ് വരുന്നത്. Depending on the type of transmitting equipment, single mode fiber has enormous information capacity more than that of a multi-mode fiber. Multi-mode ഫൈബറിനേക്കാൾ സിംഗിൾ മോഡ് ഫൈബറിന് ഇൻഫർമേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പം ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സിംഗിൾ മോഡ് ഫൈബറിന് സ്മാൾ കോർ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത് ലൈറ്റ്. പിന്നെ 8 to 10 മൈക്രോൺസ് ആയിരിക്കും അതിൻ്റെ കോർ സൈസ്. പിന്നെ പറയാനുള്ളത് അൺലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഒരു 80 കിലോമീറ്റേഴ്സ് വരെ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇതാണ് സിംഗിൾ മോഡിൻ്റെ പ്രത്യേകത. മൾട്ടി മോഡ് ഫൈബർ ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ 2 days in step index form or graded index form. A step index fiber undergoes an abrupt change or step between the index of refraction of the core and the index of refraction of the cladding. Multi-mode step index fibers have lower bandwidth than the other 2 fibers mentioned. Multi-mode fiber can be manufactured in 2 ways. ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫോം, ഒന്ന് ഗ്രേഡഡ് ഇൻഡെക്സ് ഫോം. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിന് undergoes an abrupt change or step between the index of refraction of the core and index of refraction of the cladding. അതായത് കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു വ്യത്യാസം, അതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ വരുത്തുന്നത്. ഇനി മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ് ലോവർ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ദാൻ ദ അതർ 2 ഫൈബേഴ്സ് മെൻഷൻഡ്. മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിന് ലോവർ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ വാസ് ഡിസൈൻ ടു റെഡ്യൂസ് മോഡൽ ഡിസ്പേർഷൻ ഇൻഹറൻറ്റ് ഇൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. മോഡൽ ഡിസ്പേർഷൻ occurs as light pulses travel through the core along higher and lower order modes. Graded index fiber is made up of multiple layers with the highest index of refraction at the core. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡൽ ഡിസ്പേർഷൻ ഇൻഹറൻറ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മോഡൽ ഡിസ്പേർഷൻ
ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് പൾസസ് കോറിലൂടെ ഹയർ ഓർഡർ മോഡിലും ലോവർ ഓർഡർ മോഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം സംഭവിക്കുന്നതാണ് മോഡൽ ഡിസ്പേർഷൻ. ഈ മോഡൽ ഡിസ്പേർഷനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് വിത്ത് ദ ഹയസ്റ്റ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആക്കിയിട്ടാണ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയേഴ്സിനും ഗ്രാജുവലി ഡിക്രീസിങ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ആസ് ദ ലെയേഴ്സ് മൂവ് എവേ ഫ്രം ദ സെൻറ്റർ. അതായത് സെൻറ്ററിൽ നിന്ന് ഓരോ ലെയേഴ്സിൽ പോകുമ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുക. ഗ്രാജുവലി ഡിക്രീസിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സിൽ ലെസ് അറ്റുനേഷൻ ആണുള്ളത്. ഔട്ട്പുട്ട് പൾസിന് ലെസ് അറ്റുനേഷൻ ആണ്. ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ്. മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെയും കഴി ഹയർ ബാൻഡ് വിഡ്ത്തും ആണ്. അപ്പം മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന് ലെസ് അറ്റുനേഷൻ ആണ്. പിന്നെന്താണ്? ഹയർ ബാൻഡ് വിഡ്ത്ത് ദാൻ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അപ്പം സിംഗിൾ മോഡ് ആകുമ്പോഴത്തേക്കും കോറ് മൈക്രോൺ അളവിൽ മാത്രമേ കോറ് കാണത്തുള്ളൂ. ക്ലാഡിങ് ആയിരിക്കും വലുത്. ഇനി റേസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലായിട്ടായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഇനി മൾട്ടി മോഡിൽ വരുമ്പോഴത്തേക്കും ഗ്രേഡഡ് ഇൻഡെക്സ് ആകുമ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടായിരിക്കും അവിടെ കോറ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് റേസ് പാസ് ചെയ്ത് പോകുന്നതൊരു ഓവൽ സ്ട്രക്ചറിലായിരിക്കും. പിന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡിലാകുമ്പോഴത്തേക്കും ഒരു ഡിസോർഡർ മാനറിലായിരിക്കും ഈ റേസ് പാസ് ചെയ്ത് പോകുന്നത്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ലൈറ്റ് സോഴ്സസ് ഉണ്ട്. LED-യും ഫോട്ടോ ഡിറ്റക്റ്റേഴ്സ്, അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അത് നമ്മൾ വേറൊരു മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.